സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ 4-ാം ദിവസവും ഇടിവ്. ഗ്രാമിന് 65 രൂപയും പവന് 520 രൂപയും കുറഞ്ഞു. 4 ദിവസത്തിനുള്ളിൽ സ്വർണ്ണവിലയിൽ 4,480 രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ 4-ാം ദിവസവും ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രാമിന് 65 രൂപ കുറഞ്ഞ് 14,320 രൂപയും പവന് 520 രൂപ കുറഞ്ഞ് 1,14,560 രൂപയുമായി. 4 ദിവസത്തിനുള്ളിൽ സ്വർണ്ണവിലയിൽ 4,480 രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇറക്കുമതി തീരുവ ഉയർത്തിയതിനു ശേഷം സ്വർണ്ണവില ഇടിയുന്ന പ്രവണതയാണ് കാണിക്കുന്നത്. ഈ മാസം 13-ാം തീയതിയായിരുന്നു ഗ്രാമിന് കൂടിയ വിലയായ 15,390 രൂപ രേഖപ്പെടുത്തിയത്. മെയ് 5-നാണ് ഗ്രാമിന് കുറഞ്ഞ തുകയായ 13,675 രൂപ രേഖപ്പെടുത്തിയത്. 1,11,720 രൂപയായിരുന്നു ഈ മാസത്തിന്റെ തുടക്കത്തിൽ ഒരു പവൻ സ്വർണത്തിന്റെ വില. പിന്നീട് വില കുറഞ്ഞ മെയ് 5-ാം തീയതി ആയപ്പോഴേക്കും 1,09,400 രൂപയിൽ വരെ എത്തിയിരുന്നു. ഇതായിരുന്നു ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്ക്. ഇവിടെ നിന്ന് സ്വർണത്തിന്റെ വിലയിൽ വലിയ രീതിയിലുള്ള ചാഞ്ചാട്ടമാണ് ഈ മാസം ഉണ്ടായത്. മെയ് 13-ാം തീയതി ആയപ്പോഴേക്കും ഒറ്റയടിക്ക് 10,000 രൂപയോളം വർദ്ധിച്ച് 1,23,120 രൂപയിൽ വരെ എത്തി. അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ന് സ്വർണ്ണവിലയിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഗോള വിപണിയിൽ സ്പോട്ട് ഗോൾഡ് വില ട്രോയ് ഔൺസിന് $4,532 നിലവാരത്തിലേക്കാണ് താഴ്ന്നത്. അമേരിക്കയിലെ ശക്തമായ പണപ്പെരുപ്പ നിരക്കുകളും US ഡോളറിന്റെയും ട്രഷറി ബോണ്ടുകളുടെയും മൂല്യവർദ്ധനവുമാണ് സ്വർണത്തിന് തിരിച്ചടിയായത്. പലിശ നിരക്കുകൾ ഉയർന്ന നിലയിൽ തുടരുമെന്ന സൂചനകൾ നിക്ഷേപകരെ സ്വർണത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. എന്നിരുന്നാലും ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായ വർധനവും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും ആഗോള വിപണിയിൽ സ്വർണത്തിന്റെ വലിയ തകർച്ചയെ പ്രതിരോധിക്കുന്നുണ്ട്. അതേസമയം സ്വർണത്തിന്റെ വില വരും ദിവസങ്ങളിൽ വീണ്ടും കുറയുമോ അതോ വർദ്ധിക്കുമോ എന്നാണ് സാധാരണക്കാർ ഉറ്റുനോക്കുന്നത്. സ്വർണത്തിന്റെ വില 1,00,000-ന് മുകളിൽ കടന്നത് സാധാരണക്കാർക്ക് വലിയ തിരിച്ചടിയാണ്. ഇതോടെ സ്വർണത്തെ മറന്ന് വിവാഹത്തിനും മറ്റ് ആഘോഷങ്ങൾക്കും കവറിംഗ് ആഭരണങ്ങളിലേക്ക് ആളുകൾ കടന്നു. അതേസമയം ഇന്നൊരു പവൻ സ്വർണം ആഭരണമായി വാങ്ങണമെങ്കിൽ ഇന്നത്തെ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞത് 5% പണിക്കൂലി, സ്വർണത്തിനും പണിക്കൂലിക്കും 3% നികുതി, 45 രൂപ ഹോൾമാർക്ക് ചാർജ്, അതിന് 18% നികുതി എന്നിവയും ചേർത്ത് 1,24,064 രൂപയെങ്കിലും നൽകേണ്ടി വരും. ആഭരണങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് പണിക്കൂലിയിലും വ്യത്യാസമുണ്ടാകും. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.